യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വചനഭാഗം. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമാസ്കസിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, അത്രയും കാലം യേശുക്രിസ്തുവിനെ എതിർത്ത് നടന്ന പൗലോസ് പുത്രനായി യേശുക്രിസ്തുവിനെ നെഞ്ചിലേറ്റി ആ കർത്താവിനെ ലോകത്തിലുള്ള സകല മനുഷ്യന്റെ ഇടയിലേക്ക് കടന്നു ചെന്ന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ മാംസരക്തങ്ങളോട് ഒരു ആലോചന പോലും ചോദിക്കാതെ യേശുക്രിസ്തുവിന് വേണ്ടി അറേബ്യയിലേക്ക് കടന്നു പോകത്തക്ക വിധം പരിശുദ്ധാത്മാവ് പൗലോസിനെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം അനുവാദം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു, നടത്തുന്നു എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ കൂടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് ആലോചന പറഞ്ഞു തന്നു നമ്മളെ നടത്തുന്ന കർത്താവിന്റെ ആ കൃപാസ്നേഹം ഒന്ന് അനുഭവിച്ചിട്ട് വേണം കടന്നു പോകാൻ. പൗലോസ് കർത്താവിനെ എതിർത്ത് കടന്നുപോയ പൗലോസ് ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ ഇടവന്നു. ഇനി ജീവിതം ക്രിസ്തുവും മരണം നേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് കടന്നുപോയത്. ക്രൂശിക്കപ്പെട്ട കർത്താവല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു പൗലോസിന്റെ അകത്തുണ്ടായിരുന്നത്. കാരണം ഞാൻ ഉപദ്രവിച്ച, ഞാൻ തള്ളിപ്പറഞ്ഞ, ഞാൻ മാറ്റി നിർത്തിയ കർത്താവ് ഇന്ന് എന്റെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനും ചക്രവർത്തിയുമാണെന്ന് ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ആ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുമ്പോൾ ആ ശക്തിയും അഭിഷേകവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണം, ആ കുടുംബത്തിലേക്ക് കടന്നു വരണം. ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. യേശുവിനെ എതിർത്ത ഒരാളാണ് യേശുവിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്, യേശുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്, യേശുവിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്, യേശുവിന് വേണ്ടി മനുഷ്യന്റെ മുമ്പിൽ അപമാനവും പരിഹാസവും നിന്ദനവും ഏൽക്കാൻ ഇടയാകുന്നതിന്റെ കാരണം യേശുവിന് വേണ്ടി പോകാനുള്ള അഭിഷേകം കിട്ടിയോ, വിളി കിട്ടിയോ, ഇറങ്ങിത്തിരിക്കും, മടിയില്ലാതെ പോകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.